ഓം ശാന്തി. ബ്രഹ്മമുഹൂർത്തത്തിലെ ധ്യാനത്തെക്കുറിച്ച് ഒരു ദിവസം നമ്മൾ പറയുകയുണ്ടായി. ഇരുന്ന് നമുക്ക് ധ്യാനം ചെയ്യാനുള്ള സമയം അരമണിക്കൂറെങ്കിലും നമുക്ക് രാവിലെ 4 തൊട്ട് 4:30 വരെ ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ ഏറ്റവും നല്ലത്. നമ്മൾ ബാറ്ററി ചാർജ് ചെയ്തിട്ട് ഒരു ദിവസം ആരംഭിക്കുക. അതേപോലെ ഇന്ന് നമുക്ക് സന്ധ്യാവന്ദന യോഗത്തെക്കുറിച്ച് പറയാം. കാരണം സന്ധ്യാവന്ദനം ഇത് നമ്മളെല്ലാവരും അറിഞ്ഞോ അറിയാതെയോ കുഞ്ഞുനാൾ മുതൽ ചെയ്യുന്നുണ്ട് അല്ലേ? അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി വിളക്ക് വെച്ചിട്ട് നമ്മളോട് ഇരിക്കൂ, പ്രാർത്ഥിക്കൂ. ഇത് നമ്മൾ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അർത്ഥം അറിഞ്ഞോ അറിയാതെയോ നമ്മളെല്ലാവരും ചെയ്തു വന്നതാണ്. ഇന്ന് നമുക്ക് എങ്ങനെ സന്ധ്യാവന്ദനം അർത്ഥപൂർണമായി ചെയ്യണമെന്ന് മനസ്സിലാക്കാം. ആ വാക്കിൽ തന്നെയുണ്ട് സന്ധ്യാവന്ദനം. സന്ധ്യ വന്ദിക്കാനുള്ളത്. ആരെ വന്ദിക്കാൻ? ആത്മാവായി എനിക്ക് പരമാത്മാവാകുന്ന അച്ഛനെ, അമ്മയെ വന്ദിക്കാനുള്ള സമയമാണ്. വന്ദിക്കുക അർത്ഥം ഇപ്പം നമുക്ക് മനസ്സിലായി. നമ്മൾ നമ്മുടെ അച്ഛനെ അമ്മയെ രാവിലെ മുതൽ തൊഴുതുകൊണ്ട് നടക്കാറില്ലല്ലോ. അമ്മ, അച്ഛ പിന്നെ കൈതൊഴുകയല്ല ചെയ്യണം. പിന്നെ അച്ഛൻ, അമ്മ എന്തു പറയണോ അതുപോലെ നമ്മൾ ജീവിക്കുന്നു അല്ലേ? അതേപോലെ സന്ധ്യാസമയം പരംപിത പരമാത്മാ ആരാണോ എന്താണോ ആ ഈശ്വരീയ ശക്തികളെ അനുഭവം ചെയ്യാനുള്ള സമയമാണ് സന്ധ്യാസമയം. പരമാത്മാ ആരാണ്? നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഭഗവാൻ അറിവിൻ്റെ, ശക്തിയുടെ, ശാന്തിയുടെ, സ്നേഹത്തിൻ്റെ കടലാണ്. അപ്പോൾ സന്ധ്യാസമയം എന്തിനുള്ളതാണ്? ആ പരം ശക്തിയെ, പരമമായ സ്രോതസ്സിനെ, ആ ഗുണങ്ങളുടെ ശക്തിയുടെ സ്രോതസ്സായ ആത്മാവായ എൻ്റെ അച്ഛനെ, അമ്മയെ അനുഭവം ചെയ്യാനുള്ള സമയമാണ്. എനിക്ക് ഈ ബാറ്ററി റീചാർജ് ചെയ്യാനുള്ള സമയമാണ്. കാരണം സന്ധ്യാസമയത്തെ പ്രത്യേകത എന്താ? രാവിലെ നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ ധ്യാനം ചെയ്തു, ഈ ബാറ്ററി ഉപയോഗിച്ച് ഈ വണ്ടി ഫുൾ ഡേ ഓടിച്ചു. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും എന്താവും? ബാറ്ററി ഡിസ്ചാർജ് ആകും. അപ്പോൾ വൈകുന്നേരം നമുക്ക് വീണ്ടും എന്ത് ചെയ്യണം? ചാർജ് ചെയ്യണം. ഡിസ്ചാർജ്ഡ് ബാറ്ററി റീചാർജ് ചെയ്യാനുള്ള സമയമാണ് സന്ധ്യയ്ക്ക്. അതുമാത്രമല്ല, അറ്റ്മോസ്ഫിയറിൻ്റെ സപ്പോർട്ട് നമുക്കുണ്ട്. അതിരാവിലത്തെ സമയം എങ്ങനെ എല്ലാവരും ഉറങ്ങണതുകൊണ്ട് അറ്റ്മോസ്ഫിയർ പീസ്ഫുള്ളാണോ? അതേപോലെ സന്ധ്യാസമയത്ത് എല്ലാവരും, മെജോറിറ്റിയും, നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ആര് ഏത് മതവിശ്വാസത്തിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും സന്ധ്യാസമയം കുറച്ച് സൈലൻ്റായി അവരവരുടേതായ ജപം, തപം, ധ്യാനം, പ്രാർത്ഥന ഇതെല്ലാം ചെയ്യുന്ന ഒരു സമയമാണ്. ഈശ്വര വന്ദന എങ്ങനെയായാലും നടക്കുന്ന ഒരു സമയമാണ്. അത് വീട്ടിലാണെങ്കിലും, ക്ഷേത്രങ്ങളിലാണെങ്കിലും, പള്ളികളിലാണെങ്കിലും, മഠങ്ങളിലാണെങ്കിലും, ഗുരുദ്വാരകളിലാണെങ്കിലും, എവിടെ ലോകത്തിൻ്റെ ഏത് കോണിലാണ് മാനവനെങ്കിലും സന്ധ്യാവന്ദനം നടക്കുന്നുണ്ട്. അത് വിളക്ക് വെച്ചിട്ടാണെങ്കിലും, മെഴുകുതിരി കത്തിച്ചിട്ടാണെങ്കിലും, കീർത്തനങ്ങൾ ചൊല്ലിയിട്ടാണെങ്കിലും തങ്ങളുടേതായ രീതിയിലുള്ള ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷ സമയത്തുണ്ട് അല്ലേ? അപ്പോൾ ആ അന്തരീക്ഷത്തിൻ്റെ സപ്പോർട്ട് കൂടി നമുക്കുണ്ട്. അതുകൊണ്ട് സന്ധ്യാസമയത്ത് എങ്ങനെയാണോ നമ്മൾ രാവിലെ കുളിച്ച് ജോലിക്കെല്ലാം പോയിട്ട് വൈകിട്ട് ഒന്നുകൂടെ മേല് കഴുകണേ, അതേപോലെ ആത്മാവിൽ ഫുൾ ഡേ എന്ത് അഴുക്ക് പറ്റി പിടിച്ചോ മനസ്സിൻ്റെ ഉള്ളിൽ, ഒരു ക്ലീനിങ് നമുക്ക് വീണ്ടും ചെയ്യാനുള്ള ഒരു സമയം, നമുക്കൊരു പ്യൂരിഫിക്കേഷനും പ്ലസ് റീചാർജിങ്ങും രണ്ടിനുമുള്ള ഒരു സമയമാണ് സന്ധ്യ. ഒരു വിളക്ക് വയ്ക്കുകയോ മെഴുകുതിരി വയ്ക്കുകയോ എന്താണോ നിങ്ങളുടെ വിശ്വാസം, എന്താണെങ്കിലും നമുക്കറിയാം. മെഴുകുതിരിയാണെങ്കിലും നിലവിളക്കാണെങ്കിലും തെളിയുന്നത് ദീപമാണ്. ദീപം എന്തിനുള്ളതാ? ആരാധനയ്ക്കുള്ളത്. ദീപാരാധന എന്നല്ലേ പറയാം. സന്ധ്യയ്ക്ക് നമ്മൾ ദീപാരാധന ചെയ്യണം. അപ്പം ദീപത്തെ ആരാധിക്കാനുള്ള സമയമാണത്. മുഹൂർത്തത്തിന് വാല്യൂ. ഓരോ സമയത്തിന് ഓരോ കാര്യമുണ്ട് ചെയ്യാൻ. രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യണം? 6 മണിക്ക് എന്ത്, 7 മണിക്ക് എന്ത്, 8 മണിക്ക് എന്ത്, ഓരോ സമയമുണ്ട്. കുളിക്കാനൊരു സമയം, കഴിക്കാനൊരു സമയം. ഫുൾ ഡേ നമ്മൾ വാച്ച് നോക്കി നോക്കിയാണ് ഓരോന്ന് ചെയ്യുക. കാരണം ഓരോ സമയത്തിന് ഓരോ മഹത്വമുണ്ട്. ആ മുഹൂർത്തത്തിന് യോജിക്കുന്ന കാര്യം വേണം നമ്മൾ ആ സമയത്ത് ചെയ്യാൻ. അപ്പം സന്ധ്യാസമയം നമുക്ക് എല്ലാവർക്കും അറിയാം എന്തിനുള്ള സമയമാണ്, എന്തിനുള്ള മുഹൂർത്തമാണ്? സന്ധ്യാവന്ദനം, പരമാത്മാവിനെ വന്ദിക്കാനുള്ള മുഹൂർത്തമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം?
പരമാത്മാവിനെ വന്ദിക്കാനുള്ള മുഹൂർത്തമായതുകൊണ്ട് നമ്മളിരുന്നിട്ട് ദീപം വെച്ചിട്ട് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം അപ്പോൾ നമുക്കൊരു അറ്റൻഷൻ ഉണ്ടാകുമല്ലോ. വിളക്ക് കൊളുത്താൻ സൗകര്യമുള്ളവരാണെങ്കിൽ വിളക്ക് വയ്ക്കൂ. മെഴുകുതിരി വെച്ച് ചെയ്യുന്ന വിശ്വാസമാണെങ്കിൽ അത് വെച്ചോളൂ. ഇനി ഇതിനൊന്നിനുള്ള സൗകര്യം ഇല്ലയോ, നിങ്ങൾക്കൊരു ദീപം വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രഹ്മകുമാരീസിൽ പോവുകയാണെങ്കിൽ അവിടെ ദീപത്തിൻ്റെ ജ്യോതിയുടെ പരമാത്മാ ലൈറ്റ്, ഇപ്പം മെഴുകുതിരി കൊളുത്തണമെങ്കിലും അതിന് സൗകര്യം വേണം, അല്ലെങ്കിൽ വിളക്ക് വയ്ക്കണമെങ്കിൽ എണ്ണയും തിരിയും. അപ്പം അതിനും കൂടി നിങ്ങൾക്ക് നിവർത്തിയില്ലെങ്കിൽ പോലും ഒരു ചിത്രം, ജ്യോതിസിൻ്റെ ഒരു ചിത്രം വേണമെങ്കിൽ വാങ്ങിക്കൊണ്ടുപോയി നിങ്ങൾക്ക് വയ്ക്കാം. പരമാത്മാ ജ്യോതിയാണ്. ആ ഫോട്ടോസ് നിങ്ങൾക്ക് ബ്രഹ്മകുമാരീസിൻ്റെ സെൻറ്റേഴ്സിൽ പോയി വാങ്ങാൻ കിട്ടും. ആ ഫോട്ടോ നിങ്ങൾ ഫ്രെയിം ചെയ്ത് എവിടെയിരുന്ന് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്നോ അവിടെ വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും ആ ജ്യോതിയെ, ആ ചിത്രം കാണുമ്പോഴെല്ലാം സ്മരിക്കാൻ, ഓർമ്മയ്ക്ക് സഹായിക്കാൻ ഒരു അറ്റ്മോസ്ഫിയർ നമുക്കുണ്ടാക്കാൻ പറ്റും മെഡിറ്റേഷൻ ചെയ്യാൻ. ഒരു വീട്ടിൽ മെഡിറ്റേഷൻ ചെയ്യാനൊരു സ്ഥലം പൂജാമുറിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യണം. അവിടെ പരമാത്മാ പിതാവിൻ്റെ അച്ഛനും അമ്മയുമായ സർവേശ്വരൻ്റെ, എങ്ങനെയാണോ നമ്മൾ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും ഫോട്ടോ വയ്ക്കണം വീട്ടിൽ, അവരില്ലെങ്കിൽ, അവരുണ്ടെങ്കിൽ അവർ തന്നെയുണ്ട്. പരമാത്മാവിൻ്റെ ചിത്രം, കാരണം ഇപ്പം നമുക്ക് പരമാത്മാ പിതാവിനെ ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. നമ്മൾ മറന്നും പോയി, നമ്മൾ ആത്മാവാണെന്നതേ മറന്നു. അതുകൊണ്ട് സന്ധ്യാസമയത്തിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? വിളക്ക് തന്നെ കാണിച്ചു തരുന്നത് നമുക്കതാണ്. മെഴുകുതിരി, വിളക്ക്, അതിൻ്റെയൊക്കെ പിന്നിലെ ആ ഒരു എല്ലാം അർത്ഥവത്താണ്. വിളക്കിൽ ദീപം, വിളക്കിരിക്കുമ്പോൾ നമ്മൾ തൊഴില്ലല്ലോ, വിളക്കിൽ ദീപം വന്നാലേ തൊഴുള്ളൂ. അപ്പോൾ തൊഴുന്ന എന്തിനെയാണ്? ദീപത്തെയാണ്. അപ്പോൾ ദീപം ഒന്ന് ആത്മാവ്, രണ്ടാമത് ആത്മാവായ ഞാൻ തൊഴുന്ന ദീപം ഏതാണ്? പരമാത്മാവിനെ. അപ്പോൾ തൊഴുക എന്ന് പറഞ്ഞാൽ തന്നെ നോക്കൂ, രണ്ട് കൈയും കൂടെ കൂപ്പല്ലേ ചെയ്യുക. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ പരമാത്മാവുമായിട്ട് കൂടിച്ചേരണം. ഈ കൈ കൊണ്ട് കൂപ്പിയാൽ മാത്രം പോരാ. ഏത് കൈകളാ? മനസ്സ്, ബുദ്ധി. മനസ്സിലെ വിചാരങ്ങളും ബുദ്ധിയിൽ ചിത്രവും ഒന്നാകണം. അപ്പോഴാണ് അനുഭൂതി ഉണ്ടാക്കുക. അതാണ് ധ്യാനം. മനസ്സിൽ സങ്കല്പം കൊണ്ടുവന്ന് ബുദ്ധി ആകുന്ന കണ്ണിൽ പരമാത്മാവിനെ ദർശിക്കണം, കാണണം. കണ്ടുകൊണ്ട്, കണ്ണി കാണുന്നത് പോലെ പരമാത്മാവിനെ, അങ്ങനെയല്ലേ നമ്മൾ പറയുക, പരമാത്മാവിൻ്റെ ദർശനം ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. ദർശനം എന്ന് പറഞ്ഞാൽ കാണുക. അത് ഈ കണ്ണുകൊണ്ട് പരമാത്മാവിനെ കാണാൻ പറ്റുന്ന ആളല്ല. ഈ കണ്ണുകൊണ്ട് ദർശനത്തിന് വേണ്ടി നമ്മൾ സമയം കളയരുത്. എന്ത് ചെയ്യുക? അകക്കണ്ണ് തുറന്നാൽ പരമാത്മാ പറയണം, നിങ്ങൾക്ക് എപ്പോഴും എന്നെ കാണാം, ഓൾവേസ് വെൽക്കം, ഞാൻ അവൈലബിളാ, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരൂ. അപ്പോൾ ഈശ്വരൻ്റെ അടുത്തേക്ക് നമുക്ക് വിശേഷാൽ രൂപത്തിൽ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ് ഇത്, സന്ധ്യ. അപ്പോൾ ആ സന്ധ്യാസമയത്ത് നമ്മൾ വീട്ടിലെ എല്ലാ ശബ്ദങ്ങളും ഓഫ് ചെയ്യുക. അതാണ് ഏറ്റവും പ്രധാനം. കമ്പ്യൂട്ടർ, TV, അടുക്കളയിലെ ശബ്ദങ്ങൾ, എന്ത് ചെയ്യണോ 6 മണിക്ക് മുമ്പ് ചെയ്ത് തീർക്കും. രാത്രിക്കുള്ള ഭക്ഷണമാകട്ടെ, അടിക്കലാകട്ടെ, പണ്ടേ നമ്മളോട് പറയില്ലേ, തുണി പോലും സന്ധ്യാസമയത്ത് തിരുമ്പരുത്, ശബ്ദം ഉണ്ടാക്കരുത്, മുറ്റടിക്കുക, ഒന്നും ശബ്ദം ഉണ്ടാക്കരുതെന്ന് പറയില്ല. മുതിർന്നവരെന്തേ പറയുള്ളൂ? വൈകുന്നേരം മുറ്റടിക്കാൻ പാടില്ല, സന്ധ്യയ്ക്ക് അലക്കാൻ പാടില്ല, ശബ്ദം കേൾപ്പിക്കാൻ പാടില്ല. അതിൻ്റെ അർത്ഥം എന്താ? സന്ധ്യാസമയത്ത് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാനുള്ളത് ഒരൊറ്റ കാര്യമാണ്. അപ്പോഴെല്ലാം നിങ്ങൾ അടിക്കേണ്ടത്, അപ്പോഴെല്ലാം നിങ്ങൾ മുറ്റടിക്കേണ്ടത്, അതൊക്കെ നിങ്ങൾ 6 മണിക്ക് മുമ്പ് ചെയ്ത് തീർക്കൂ. അതാണ് പൂർവികര സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം. കാരണം 6:30ക്കും 7:30ക്കും ഇടയിലുള്ള സമയം, അതാണ് ത്രിസന്ധ്യ എന്ന് പറയണം. ആ സന്ധ്യാസമയം നമുക്ക് എന്ത് ചെയ്യാനുള്ളതാണ്? പരമാത്മാവിനെ വന്ദിക്കാൻ വേണ്ടി മാത്രമുള്ള സമയം. സീരിയൽ വന്ദിക്കാനുള്ള സമയമല്ല, ചാറ്റിങ്ങിനുള്ള സമയമല്ല, വേറെ ഒന്നിനുമുള്ള സമയമല്ല, അടുക്കളപ്പണിക്കുള്ള സമയമല്ല. അതെല്ലാം നമുക്ക് അതിൻ്റെ മുൻപും ചെയ്യാം, ശേഷവും ചെയ്യാം. ഈ സമയം നമ്മൾ പ്ലാൻഡാക്കി മാറ്റി വയ്ക്കുക. ഇതിനുള്ളതാണ്, എൻ്റെ മുഹൂർത്തമാണ്. ചിലരുടെ ജീവിതത്തിലെ നിഷ്ഠ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിരാവിലെ സമയത്ത് കുളിച്ച് അരമണിക്കൂർ തൻ്റെ പൂജാ സമയത്ത് എന്ത് സംഭവിച്ചാലും ആരെന്തുണ്ടോ അവിടെ വെയിറ്റ് ചെയ്യും. ചില ആൾക്കാരെ കാണാൻ പോകുമ്പോൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരില്ലേ? എന്താ ചോദിച്ചാൽ പറയില്ലേ, പൂജയുടെ സമയം, പ്രാർത്ഥനയുടെ സമയം. അപ്പം നമ്മളെന്ത് ചെയ്യും? നമ്മളവിടെ കാത്തിരിക്കും. അതേപോലെ സന്ധ്യാസമയം നമ്മളെല്ലാവരും, എല്ലാ വീട്ടിലും കുടുംബസമേതം സന്ധ്യ വന്ദിക്കാനുള്ള ടൈം 6 തൊട്ട് 7 വരെ 1 മണിക്കൂർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും
അരമണിക്കൂർ മിനിമം 7 തൊട്ട് 7 വരെ തീർച്ചയായും ചെയ്യും. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ നമ്മളെല്ലാവരും ലക്ഷക്കണക്കിന് ബ്രഹ്മകുമാർ-കുമാരിമാർ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ഈ സന്ധ്യാവേള 6 തൊട്ട് 7 വരെ 1 മണിക്കൂർ ഡെയിലി സന്ധ്യാവന്ദനം മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. ഭഗവാൻ പറഞ്ഞിരിക്കുന്ന മക്കളെ, ആ സമയത്ത് നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ, എൻ്റെ അടുത്ത് നിന്ന് ബാറ്ററിയിൽ ചാർജ് ചെയ്യൂ. ഈ മുഴുവൻ വിശ്വത്തിൻ്റെ മംഗളത്തിനായി ആ ചാർജ് എല്ലാവർക്കും കൊടുക്കും. ഭഗവാനിൽ നിന്ന് എടുക്കാനും വിശ്വമംഗളത്തിന് സമർപ്പിക്കാനുമുള്ള സമയമാണ്. എല്ലാവർക്കും സുഖമാകാൻ വേണ്ടി, എല്ലാവർക്കും ശാന്തി കിട്ടാൻ, എല്ലാവർക്കും മംഗളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാനുള്ള സമയമാണ് സന്ധ്യാസമയം. അതിനാണ് നമ്മൾ വിളക്കും മെഴുകുതിരിയൊക്കെ വയ്ക്കണം. ശരീരമാകുന്ന ഈ വിളക്കിൽ ആത്മാവാകുന്ന ഈ ദീപം തെളിയിച്ച്, ആത്മാവായ ഞാൻ എന്തു ചെയ്യണം? പരമാത്മാവാകുന്ന ദീപത്തിൻ്റെ അടുത്തേക്ക് പോകണം. അത് കെടാവിളക്കാണ്. ആത്മാവും കെടാവിളക്കാണ്. ഈ ദീപം ഒരിക്കലും അണയില്ല. ശരീരം മാത്രമേ നശിക്കൂ. ആത്മാവ് അണയാ ദീപമാണ്, പരമാത്മാവും അണയാ ദീപമാണ്. അപ്പം ആത്മാവായ ഞാൻ പരമാത്മാവിൻ്റെ അടുത്ത് പോയിട്ട് എന്തു ചെയ്യുക? പരമാത്മാവിൽ നിന്നുള്ള വെളിച്ചം സ്വീകരിക്കുക. അപ്പം നമ്മുടെ പ്രകാശം കൂടും. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഓടി ഇവിടെ എന്ത് ചാർജ് പോയോ ആ റീചാർജിങ് വീണ്ടും നമുക്ക് ആ പരമദീപത്തെ, പരമപ്രകാശത്തെ സ്മരിച്ച് വെളിച്ചെടുക്കാനുള്ള ടൈമാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ ഡെയിലി ഒരു ലക്ഷ്യം വയ്ക്കും. 1 മണിക്കൂർ പറ്റിയില്ലെങ്കിൽ അരമണിക്കൂറും പറ്റിയില്ല 15 മിനിറ്റെങ്കിലും തീർച്ചയായും ചെയ്യൂ. കുടുംബസമേതം ഇരുന്ന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇതിനോടൊപ്പം സന്ധ്യാവന്ദനം ചെയ്യാനുള്ള മെഡിറ്റേഷൻ കമൻട്രികൾ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഡെയിലി കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമൻട്രി ഏതാണെന്ന് തോന്നുന്നു അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഓൺ ചെയ്തിരുന്ന് ധ്യാനം ചെയ്യാം. കുറച്ച് ദിവസം കഴിയുമ്പോൾ കമൻട്രിയുടെ പോലും ആവശ്യമില്ല. നിങ്ങൾക്ക് തനിയെ ഈശ്വരൻ്റെ അടുത്തേക്ക് പോകാനും ബാറ്ററി ചാർജ് ചെയ്യാനും എത്ര സമയം വേണോ ഈശ്വരീയ സുഖത്തിൻ്റെ അനുഭവം ചെയ്യാനും കഴിയും. ഓം ശാന്തി. സന്ധ്യാവന്ദന വേളയിൽ ധ്യാനം ചെയ്യുന്നതിനായി നിങ്ങളുടെ പൂജാമുറിയിൽ നിങ്ങൾ നിലവിളക്കോ മെഴുകുതിരിയോ എന്താണോ തെളിയിക്കാറുള്ളത് അത് തെളിയിച്ച് പവിത്രമായ അന്തരീക്ഷത്തിൽ പരിശുദ്ധമായ സ്ഥാനത്തിരുന്ന് കഴിയുമെങ്കിൽ കുടുംബസമേതയിരിക്കും. വീട്ടിലെ മറ്റെല്ലാ ശബ്ദങ്ങളും, അടുക്കളയിലെയും ഫോണിൻ്റെയും ടിവിയുടെയും എല്ലാ ശബ്ദങ്ങളെയും സന്ധ്യാവന്ദന ധ്യാനം തീരുന്നതുവരെ ഓഫ് ചെയ്ത് വയ്ക്കും. ഇനി സ്വസ്ഥമായി ചമ്രം പടിഞ്ഞ് നിലത്തിരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കസേരയിലിരിക്കാം. ശാരീരികമായി വളരെ സ്വസ്ഥമായിരിക്കും. മനസ്സ് നിറയെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ പരമാത്മാവിനെ സ്മരിക്കാൻ പോവുകയാണ് ഞാൻ. സർവേശ്വരനെ വീട്ടിലേക്ക് വിളിക്കാൻ പോവാണ്. പരമാത്മ ചൈതന്യത്തെ കുടുംബത്തിലേക്ക് ആവാഹിക്കുകയാണെന്ന് ഞാൻ ക്ഷണിക്കുകയാണെന്ന സന്തോഷത്തോടെ ഇരിക്കും. ഇനി പതുക്കെ പതുക്കെ ശ്രദ്ധ ശരീരമാകുന്ന ഈ വിളക്കിൽ ആത്മാവാകുന്ന ദീപത്തിലേക്ക് ശിരോമധ്യഭാഗത്ത് തെളിഞ്ഞ ദീപമായ
ആത്മാവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഞാൻ. ഇപ്പോൾ ഞാൻ തെളിഞ്ഞ ദീപമാണ്. കാരണം എനിക്ക് എണ്ണ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിത്യേന ഈശ്വരൻ ജ്ഞാനമാകുന്ന എണ്ണ പകർന്ന് ആത്മദീപമായ എന്നെ പ്രകാശിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ എന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. തെളിഞ്ഞ ദീപമാണ് ഞാൻ. ഉണർന്ന ദീപമാണ് ഞാൻ. എൻ്റെ കൂടെയുള്ള എല്ലാവരും സർവരെയും തെളിഞ്ഞ ദീപങ്ങളായി, ആത്മദീപങ്ങളായി, ഓരോ ശരീരമാകുന്ന വിളക്കിലും കുടികൊള്ളുന്നത് ആത്മദീപങ്ങളാണെന്ന് എനിക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അതോടെ എൻ്റെ കുടുംബത്തിൽ വെളിച്ചം നിറഞ്ഞിരിക്കുകയാണ്. ഈ വെളിച്ചം എനിക്ക് നൽകിയത് ജ്ഞാനസൂര്യനായ പരമദീപമാണ്. ഈ സന്ധ്യാവന്ദന വേളയിൽ പരമാത്മാവിനെ സന്ധിക്കാനായി, കാണാനായി, പരമാത്മദർശനത്തിനായി ഭഗവാന്റെ അരികിലേക്ക്, ഈശ്വര സന്നിധാനത്തിലേക്ക് സമ്പൂർണ്ണ നിശബ്ദമായ പരമമായ ധാമത്തിലേക്ക് ബ്രഹ്മലോക നിവാസിയായ ബ്രഹ്മാണ്ഡത്തിൻ്റെ നെറുകയിൽ കുടികൊള്ളുന്ന കെടാവിളക്കായ ഭഗവാന്റെ അരികിൽ പരമപ്രകാശത്തിന് സമീപത്താണ് ഞാൻ. അണയാദീപം എൻ്റെ സർവബന്ധു, എൻ്റെ സർവസ്വമായ പരമദീപം ഭഗവാന്റെ ഓർമ്മയ്ക്കാണല്ലോ എത്രയോ കാലങ്ങളായി വീടുകളിൽ കടാവിളക്ക് സൂക്ഷിക്കുന്നത്. ഇപ്പോഴല്ലേ ഞാൻ തിരിച്ചറിഞ്ഞത്, ഞാനും അണയാത്ത ദീപം ആത്മാവാണ്, അനശ്വര ദീപം. പരമാത്മാ മഹാദീപം, പരമ്പൊരുൾ, പരമപ്രകാശമാണ്. ഒരിക്കലും കെടാത്ത വിളക്കാണ്, വെളിച്ചമാണ്. ആ പരമപ്രകാശത്തിന് സമീപത്ത് പരമാത്മാവിൽ നിന്നുള്ള പരമചൈതന്യം ദിവ്യപ്രകാശമായി പരന്ന് ഒഴുകുമ്പോൾ ഞാൻ അതീവ സമീപത്തെത്തി. മഹാദീപത്തെ ആരാധിക്കുന്ന, മഹാദീപാരാധന നടക്കുകയാണിപ്പോൾ. ആത്മദീപമായ ഞാൻ
സർവേശ്വരനാകുന്ന ദീപത്തിനരികിൽ ആ ദിവ്യപ്രഭയിൽ മുങ്ങുകയാണ്. സത്യം സത്യമായ ദീപാരാധനയാണിത്. ദീപവും മഹാദീപവുമായി കൂടിക്കാഴ്ച. സത്യമായ ദീപാവലി നടക്കുകയാണ്. ചുറ്റുവിളക്ക് കത്തിച്ച് വച്ചിരിക്കുന്നത് പോലെ ഭഗവാന് സമീപത്ത് അനേകം ആത്മദീപങ്ങൾ. എല്ലാ ദീപങ്ങൾക്കും പരമാത്മാ ചുറ്റുവിളക്ക് പോലെ തനിക്ക് ചുറ്റുമുള്ള സർവാത്മാക്കൾക്കും സർവാത്മദീപങ്ങൾക്കും പരമാത്മ ചൈതന്യം ലഭിക്കുകയാണ്. ആ പരമചൈതന്യത്തിൽ ആത്മാവായ ദീപം ഞാൻ എൻ്റെ പൂർണ്ണ പ്രകാശത്തിലേക്ക് സമ്പൂർണ്ണ വെളിച്ചത്തിലേക്ക്, മനസ്സ് നിറയെ വെളിച്ചമാണിപ്പോൾ. ഭഗവത് ചൈതന്യത്തിൽ മുഴുകിയിരിക്കും. ഈശ്വര ചൈതന്യം മുഴുവൻ അനുഭവം ചെയ്യും. ആ വെളിച്ചത്തോടുകൂടി ആ നിറഞ്ഞ വെളിച്ചം മുഴുവൻ വിശ്വത്തിലേക്ക്, സമസ്ത പ്രപഞ്ചത്തിലേക്കും പരമാത്മ ചൈതന്യം ഒഴുകുകയാണ്. ഈശ്വരീയ പ്രകാശമൊഴുകി ഈശ്വര ചൈതന്യം ഒരു കുട പോലെ സമസ്ത വിശ്വത്തിനും വെളിച്ചം കൊടുക്കുകയാണ്. സർവ ആത്മദീപങ്ങൾക്കും വെളിച്ചം ലഭിക്കുകയാണ്. എല്ലാവരുടെയും ജീവിതം കുടുംബങ്ങളിലേക്ക് വെളിച്ചം ലഭിക്കുകയാണ്. സർവരുടെയും ജീവിതം സുഖത്തിൻ്റെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും വെളിച്ചം കൊണ്ട് നിറയുകയാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി.